ഹായ് ഓൾ, ഇന്ന് നമുക്ക് കൊണ്ടാട്ടം മുളക് വെച്ചൊരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം കേട്ടോ ഇത്. ചോറും ഈ ചമ്മന്തിയും കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. കൊണ്ടാട്ടം മുളക് എരിവനുസരിച്ചിട്ട് എടുക്കണേ. എൻ്റെ അതിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൺചട്ടിയാണ് എടുത്തത്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ കൊണ്ടാട്ടം മുളകൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് വറ്റൽ മുളകിന് ഇട്ട് കൊടുക്കാം. ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനൊരു ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇത് കളറ് മാറുന്നതിന് മുമ്പിട്ട് എണ്ണയിൽ നിന്ന് മാറ്റണേ. ഈ ഒരു ലെവലെത്തുമ്പോൾ ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ചതച്ചെടുക്കണം. ഞാനിത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഇടിച്ചെടുക്കുന്നത്. നിങ്ങളടുത്ത് ഇടിക്കല്ലുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ ഈ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇടാം. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം വാളൻ പുളിയും കൂടി ആഡ് ചെയ്യാം. ഇനി സോൾട്ട് നോക്കിയിട്ടിടണേ, കാരണം കൊണ്ടാട്ടത്തിൽ ഓൾറെഡി നമുക്ക് സോൾട്ട് ഉണ്ട്. ഇനി നമുക്കിതിനെ ചതച്ചെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. ഓവറായിട്ട് ഗ്രൈൻഡായി പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തപ്പം ബാക്കി വന്ന വെളിച്ചെണ്ണയില്ലേ, അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ മിക്സ് ചെയ്യണേ. അപ്പം നമ്മൾ കൊണ്ടാട്ടം മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.